CPIM കേരളത്തിൽ നിന്ന് പതുക്കെ അപ്രത്യക്ഷമാകുന്ന പോലെ എനിക്ക് തോന്നുന്നു. കേരള രാഷ്ട്രീയത്തിൽ CPM മങ്ങിത്തുടങ്ങി. അതിന് ലക്ഷങ്ങളാണ് ഇപ്പം കാണുന്നത്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ബദലായിട്ട് കലാകാലങ്ങളായി EMSൻ്റെ കാലഘട്ടം മുതൽ കേരളത്തിൽ CPM ആയിരുന്നു. പക്ഷേ CPMൻ്റെ പ്രവർത്തനം മൂലം അവരുടെ ശോഭയാർന്ന പഴയ കാലഘട്ടങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നത്, അവരുടെ ഇപ്പോൾ മുന്നോട്ട് വരുന്ന നേതാക്കന്മാരുടെ പക്വതയില്ലായ്മ, അവരുടെ രാഷ്ട്രീയ വിചിന്തനം മോശമായി. ബംഗാളിലെ നടന്ന അതുപോലെ തന്നെ കേരളത്തിലും ആയിത്തുടങ്ങി. വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും, വിദ്യാഭ്യാസം ഡിഗ്രിയും PhD കയ്യിലിരുന്ന കാര്യമില്ല, അതനുസരിച്ചുള്ള മാനസികമായ വലിപ്പം ഉണ്ടാകണം, അതനുസരിച്ചുള്ള വിവരം ഉണ്ടാകണം, അതനുസരിച്ചുള്ള നോളജ് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇനി രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ ഭാഗത്ത് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. നമ്മൾ ചെന്നൈയിലെ കണ്ടല്ലോ, അവിടുത്തെ TVKയുടെ വിജയുടെ മുഖ്യമന്ത്രിയെ ചാർജ് എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിലണിനിരുന്നത് 116 MLAമാരിൽ 88 പേര് പ്രൊഫഷണൽസാണ്. അവർ MBBS ഡോക്ടേഴ്സ്, IT-ക്കാർ, അതുപോലെ IRS ലഭിച്ചവർ, അവരെല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരും പക്വതയുള്ളവരും രാഷ്ട്രീയം നന്നായിട്ട് വിശകലനം ചെയ്യാൻ കഴിവുള്ളവരുമായിരുന്നു. അതുകൊണ്ടാണ് വിജയ്ക്ക് തമിഴ്നാട്ടിലെ ദ്രാവിഡ ശക്തികൾക്കെതിരായി ഒരു നീക്കം നടത്താൻ കഴിഞ്ഞത്. നമ്മൾ ഇപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നമ്മുടെ സാമ്പത്തിക വളർച്ചയും നമ്മുടെ വിദ്യാഭ്യാസ വളർച്ചയും എല്ലാം പരിഗണിക്കുമ്പോൾ ഓരോ സ്റ്റേറ്റുകളും അവർ ശക്തിമത്തായി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള, അതുപോലെ തന്നെ ആ വിദ്യാഭ്യാസം അനുസരിച്ച് രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ വരണം. കേരളത്തിലെ ഈർക്കിലി പാർട്ടികളെല്ലാം പതുക്കെ പതുക്കെ അപ്രത്യക്ഷമാവും, ഇവിടെ നിലനിൽക്കില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം CPMൻ്റെ ശക്തി ക്ഷയിച്ചത് കണ്ണൂരിൽ നമ്മൾ കണ്ടു. അവരുടെ ഏറ്റവും വലിയ കോട്ട ആയ കണ്ണൂരിലും പത്തനംതിട്ടയിലും കൊല്ലത്തുമൊക്കെ ക്ഷയിച്ചു തുടങ്ങി. പത്തനംതിട്ടയിൽ നല്ല റിബൽ ഇപ്പോഴത്തെ CPM നേതൃത്വത്തിന് വന്നു കഴിഞ്ഞു. കണ്ണൂരിലും ഇപ്പോഴത്തെ CPM നേതൃത്വത്തിനെതിരായിട്ട് അവിടെയും ആൾക്കാർ, പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് വന്നു കഴിഞ്ഞു. അവിടെ നമ്മൾ കണ്ടു, അവിടുത്തെ കണ്ണൂർ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഉന്നതരായ 2 പേര് അവർ റിബലായി വന്നു. പാർട്ടിയിൽ നിന്ന് അവർ രാജിവെച്ചു. വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ MLA ആയി, അതുപോലെ തന്നെ DK ഗോവിന്ദൻ തളിപ്പറമ്പിൽ MLA ആയി. ഇവർ റിബലായിരുന്നു പാർട്ടിയുടെ. കാരണം പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നവർ സത്യവും നീതിയും അനുസരിച്ച് വേണം പോകാൻ. ജനങ്ങൾക്ക് നല്ല മാതൃകയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരല്ലെന്നുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അത് രാഷ്ട്രീയ ചിന്ത ധാരാളമുള്ള മലയാളികൾ ഇതുപോലെയുള്ള സ്ഥാനത്ത് ബാക്ക്ഡോറിൽ കൂടെയൊക്കെ വന്ന് മന്ത്രിയായി MLA ആയി ഇരിക്കുന്നവരെ പുച്ഛിച്ച് പുറന്തള്ളും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നല്ല വിവരമുള്ള മന്ത്രിമാരും അല്ലെങ്കിൽ നല്ല വിവരമുള്ള MLAമാരും ഒക്കെ അവരോട് മാത്രമേ നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാർക്ക് അടുപ്പം തോന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും വെറുക്കും ഇവർ. ഞാൻ ഇപ്പം കേരളത്തിലെ ഇപ്പോഴത്തെ ആ ഇലക്ഷനിൽ നമ്മൾ കണ്ടു, കോൺഗ്രസ് ശക്തിയായ പാർട്ടിയായി മുന്നേ വന്നു. അതുപോലെ മുസ്ലിം ലീഗിനെയും വന്നു. കേരള കോൺഗ്രസ് പല പല ഫ്രാഗ്മെൻ്റായിട്ടൊക്കെ പിരിഞ്ഞു പോയവരാണെങ്കിലും ജോസഫ് ഗ്രൂപ്പ് അജയ്യമായിട്ട് നിലനിന്ന് 7 പേര്, അതുപോലെ RSPയും 2-3 പേര് MLAമാരായി. കേരളത്തിൽ നിന്ന് പതുക്കെ CPM അപ്രത്യക്ഷമാകുന്ന ഒപ്പം തന്നെ CPIയും അപ്രത്യക്ഷമാകും. കാരണം CPIക്ക് കേരളത്തിലെ CPMൻ്റെ ഇതിനോട് ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ അവർക്ക് ഇലക്ഷനിൽ അല്ലെങ്കിൽ വിജയിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് MLAമാരെ സംഭാവന ചെയ്യാൻ കഴിയുള്ളൂ. ഇൻഡിപെൻഡൻ്റായി ഒറ്റയ്ക്ക് CPI കേരളത്തിൽ നിന്നാൽ ചിലപ്പം ഒരു സീറ്റ് ലഭിച്ചെന്ന് വരാം. അതുപോലെ കേരള കോൺഗ്രസിൻ്റെ പ്രതിഭാസം അത് അസ്തമിക്കത്തില്ല. കാരണം 23 സീറ്റ് വരെ ഉണ്ടായിരുന്ന അവർ ഇപ്പോൾ ഒരു 7 സീറ്റ്, പല ഫ്രാഗ്മെൻ്റായിട്ടും പല പല ഘടകങ്ങളും പല കേരള കോൺഗ്രസ്സിലെ പലരും പല പാർട്ടികളും കേരള കോൺഗ്രസ് BA എന്നൊക്കെ പറഞ്ഞ്
തുടങ്ങിയെങ്കിലും അതൊക്കെ അവരുടെ തൽക്കാലത്തേക്കുള്ള നേട്ടത്തിന് വേണ്ടി മാത്രമായിരുന്നു. അങ്ങനെയുള്ളവരെല്ലാം പൊഴിഞ്ഞു പോയിരിക്കുന്നു. മാണി കോൺഗ്രസ്സിൽ ആരുമില്ലാതെ വന്നു. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് BA ബാലകൃഷ്ണ ഉള്ള ഗ്രൂപ്പ്, അങ്ങനെ ധാരാളം ഗ്രൂപ്പുകളുണ്ട്. അവരെയൊക്കെ പുറന്തള്ളും. PC ജോർജും പണ്ട് കേരള കോൺഗ്രസ് ആയിരുന്നു. ഏതായാലും കേരളത്തിലെ രാഷ്ട്രീയ ഉദയം ഒരു പുതിയ പാർട്ടിക്ക് അനിവാര്യമാണ്. കാരണം കോൺഗ്രസ്സിന് ബദലായി കേരളത്തിലെ CPM നിലനിൽക്കില്ല എന്നാണ് എനിക്ക് പതുക്കെ ക്ഷയിച്ചു തുടങ്ങി, മങ്ങി തുടങ്ങി എന്നാണ് ഞാൻ പറയുന്നത്. ബംഗാളിൽ ഇത് തന്നെയായിരുന്നു അവസ്ഥ. ബംഗാളിൽ നിന്ന് നിശേഷം അപ്രത്യക്ഷമായി. ഇനി CPMന് ബംഗാളിലോ ത്രിപുരയിലോ തിരിച്ചു വരാൻ കഴിയില്ല. അതേസമയത്ത് ബംഗാളിലെ ഇപ്പം കോൺഗ്രസ് അല്പസ്വല്പം അവിടെ വെളിച്ചം വീശി തുടങ്ങി. ആ കൂടെ CPM ഉണ്ട്. പക്ഷേ അതൊരു ശാശ്വതമായ CPMൻ്റെ ഒരു പുരോഗതി ഉണ്ടാകില്ല ബംഗാളിൽ. ഇനി കേരളത്തിലും അത് തന്നെ, ദക്ഷിണേന്ത്യയിലും അങ്ങനെ തന്നെ പതുക്കെ അപ്രത്യക്ഷമാകുന്നത് ജനാധിപത്യ കേരളത്തിന് നല്ലതല്ല എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നുണ്ട്. കാരണം നല്ലൊരു പ്രതിപക്ഷമാണ്. അതിന് പകരം വെക്കാൻ ഇവിടെ ഒരു പാർട്ടിയില്ല. പാർട്ടിക്ക് നല്ലൊരു സ്കോപ്പുണ്ട്. കോൺഗ്രസ്സിന് ബദലായി കേരളത്തെ CPM അപ്രത്യക്ഷമാവുകയാണെങ്കിൽ ബദലൊരു പാർട്ടിക്ക് നല്ല സ്കോപ്പുണ്ട്. ആര് നയിക്കും എന്നാണ് ഇപ്പോഴുള്ള രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴുള്ള രാഷ്ട്രീയ പാർട്ടി കൂടെ നടക്കുന്നവർക്ക് ആരെയും കേരളം അംഗീകരിച്ചു കൊടുക്കില്ല. നല്ല വിദ്യാഭ്യാസവും നല്ല വിവരവും നല്ല രാഷ്ട്രീയ ചിന്തകളുള്ള ഒരാൾ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിലെ CPMൻ്റെ ബദൽ ശക്തിയായി വരാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ബാക്കിയുള്ള ചെറിയ പാർട്ടികളൊക്കെ അപ്രത്യക്ഷമാകും. കാരണം നമുക്കറിയാമല്ലോ, ധാരാളം പേര് മാത്യു ടി തോമസിൻ്റെയും അതുപോലെ ഇന്ത്യൻ ജനതാദളിൻ്റെയും അങ്ങനെയൊക്കെ ചെറിയ പാർട്ടികൾ 1-2 MLA നിൽക്കുന്നതും ശാശ്വതമായി ഇനി നിലനിൽക്കില്ല. അതൊക്കെ അപ്രത്യക്ഷമാകും എന്ന് തന്നെയാണ് എൻ്റെ. കാരണം രാഷ്ട്രീയ ചിന്ത നേരത്തെ ഉള്ളതിനെക്കാട്ടിലും കേരളത്തിലെ ജനങ്ങൾക്ക് കൂടി വരുന്നതാണ്. നല്ല നേതാക്കന്മാരും ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരായാലും ശരി, അവരെ കേരള ജനത അംഗീകരിക്കും. നമുക്ക് കേരളത്തിലെ CPMന് പകരം ഒരു രാഷ്ട്രീയ പാർട്ടി വരാനുള്ള സാധ്യത നല്ല സ്കോപ്പുള്ളതാണ്. CPMലുള്ള ആൾക്കാർ നേതൃത്വം കൊടുത്താലും കുഴപ്പമില്ല. നമുക്കറിയാമല്ലോ, ഇപ്പം CPMന് മാറിപ്പോയ കുഞ്ഞികൃഷ്ണനുണ്ട്, ഗോവിന്ദൻ ഉണ്ട് തളിപ്പറമ്പിൽ, ആലപ്പുഴ സുധാകരനുണ്ട്. ഇവരൊക്കെ CPMന്ന് ചാടിപ്പോയവരാണ്. അവരുടെ ഇപ്പോഴത്തെ നേതൃത്വത്തിനെതിരെ നിൽക്കുന്നവരാണ്. ആ ആശയങ്ങളും അവർക്ക് ഇപ്പോഴും ഉണ്ട്, ആ രീതി പ്രവർത്തിക്കുന്നവരുമാണ്. പൊതുവെ കേരളത്തിലെ CPMൻ്റെ പ്രഭ മങ്ങി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് കേരളത്തിന് പകരം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജനനം അനിവാര്യമാണ്. അത് തന്നെയാണ് നമ്മൾ തമിഴ്നാട്ടിലും കണ്ടത്. അവിടെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ രീതിയിലുള്ള പ്രവർത്തനം ഇനി അവിടുത്തെ വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ അംഗീകരിക്കത്തില്ല. അവിടെ സ്റ്റാലിൻ്റെ DMKയും അണ്ണാ DMKയും ഒക്കെ അതിൽ നിന്നൊക്കെ ആൾക്കാർ അവിടെ നിന്ന് മാറിപ്പോയി. അവരെല്ലാവരും നല്ല ചിന്താഗതിയുള്ളവരും നല്ലതായിട്ട് രാഷ്ട്രീയം ചിന്തിക്കുന്നവരുമൊക്കെ TVKയുടെ പുറകിലെ വിജയുടെ പിന്നാലെ പോയി. പുതിയൊരു ഭരണത്തിനാണ് അവർ ആഗ്രഹിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യണം. കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ഇപ്പം മുഖ്യമന്ത്രിയായി ചാർജ് എടുത്തു. അദ്ദേഹത്തിന് വളരെയധികം പ്രതീക്ഷകൾ കേരളം വെച്ച് പുലർത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും കേരളത്തിലെ ജനതകൾ അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ടാവും. പക്ഷേ നമുക്കൊരു പ്രതിപക്ഷം വേണം. പ്രതിപക്ഷം ക്ഷയിച്ചു തുടങ്ങി എന്ന് ഉള്ളതിനാൽ നല്ലൊരു പ്രതിപക്ഷം കേരളത്തിൽ ആവശ്യമുണ്ട്. BJPക്ക് കേരള ജനത ഇവിടെ കാര്യമായ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. കാരണം 3 പേര് ജയിച്ചു തന്നത് അവരുടെ വോട്ടിംഗ് ശതമാനം കൂടിയില്ല. പക്ഷേ അത് ത്രികോണ മത്സരത്തിൽ ആ 3 പേരും ജയിച്ചു വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇവിടെ BJPക്ക് ഒരു ബേസ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരള ജനതയുടെ മനസ്സങ്ങനെയാണ്. അതുകൊണ്ട് ഇവിടെ CPMന് ബദലായി CPMൽ തന്നെയുള്ളവർ നേതൃത്വം കൊടുക്കുന്ന നല്ല നേതാക്കന്മാരുടെ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ അനിവാര്യത ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് CPMൻ്റെ ഇപ്പോൾ ഉള്ള നേതൃത്വത്തിന് മങ്ങലേറ്റിരിക്കുന്നു. അവർ ഈ CPMനെ നയിച്ചാൽ ഈ പാർട്ടി അപ്രത്യക്ഷമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ CPMൻ്റെ നേതൃത്വത്തോട് ഒട്ടി നിൽക്കുന്നവരല്ലാതെ CPMൽ തന്നെ ഇതുവരെ അറിയപ്പെടാതെ കിടക്കുന്ന ധാരാളം ബുദ്ധിജീവികളും ചിന്തകരും ഉണ്ട്. അവരാരെങ്കിലും നല്ല രീതിയിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ പാർട്ടിക്ക് ബദലായ ഒരു പാർട്ടി കേരളത്തിലെ അനിവാര്യമാണ്. അത് നടക്കുമെന്ന് ആണ് ഞാൻ കരുതുന്നത്.